അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, ശ്രോതാക്കളെ, ദുൽഹജ്ജ് നമുക്ക് ഏതാനും ദിവസങ്ങളിൽ ആഗതമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആഗതമാകുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ദുൽഹജ്ജ് മാസത്തിൽ പ്രത്യേകമായും അതിൻ്റെ പവിത്രതയെക്കുറിച്ച് പറയുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഹാജറ ബീബിയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും സ്മരണയാണ്. ഹാജിമാരായ ഹജ്ജിന് പോയ ഹാജിമാരൊക്കെ അവരുടെ സ്മരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാജിമാരുടെ ഒരു പ്രവൃത്തിയിലൂടെ ഹജ്ജിന് പോവാൻ കഴിയാത്ത നമ്മുടെ പോലത്തെ ആളുകൾക്ക് ഭാഗ്യമാവാൻ പറ്റുന്ന ഒരു സൽക്കർമ്മമാണ്, മുഅക്കദായ സുന്നത്തായ ഒരു സൽക്കർമ്മമാണ് ഉളിഹിയത്ത് അറുക്കുക എന്ന് പറയുന്നത്. ആ ഉളിഹിയത്ത് അറുക്കുന്ന വ്യക്തികൾ, ഉളിഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവര് ഈ ദുൽഹജ്ജ് 1 മുതൽ അവര് അറുക്കുന്നത് വരെ അവരെ ശരീരത്തിലുള്ള നഖമോ താടിയോ മീശയോ അല്ലെങ്കിൽ ശരീരത്തിന് മറ്റു രോമങ്ങളോ നീക്കം ചെയ്യാവുന്നതല്ല. അത് ദുൽഹജ്ജ് ആകുന്നതിന് മുമ്പ് പൂർണ്ണമായി വൃത്തിയാക്കുകയും ദുൽഹജ്ജ് 1 പിറന്നു കഴിഞ്ഞാൽ അവരുടെ ബലികർമ്മത്തിന് ശേഷമാണ് ഈ മുടിയും നഖവും എല്ലാം നീക്കം ചെയ്യേണ്ടത്. അത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉളിഹിയത്ത് കർമ്മത്തെക്കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മഹത്വങ്ങളാ പറഞ്ഞിട്ടുള്ളത്. മൻ കാന ലഹു സഅത്തുൻ, ഒരാൾക്ക് ഉളിഹിയത്ത് കർമ്മം അറുക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സമ്പത്തും ഉണ്ടായിട്ട് ഒരാൾ വലം യുളഹി, അവൻ ഉളിഹിയത്ത് അറുത്തിട്ടില്ലെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാന, ബലിപെരുന്നാളിന്റെ നമസ്കാരത്തിലേക്ക് അവൻ വരേണ്ടതില്ല, അടുക്കേണ്ടതില്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഹബീബായ തങ്ങൾ പറഞ്ഞു, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഒരുപാടാണ്. അലാ, അറിയുക, ഇന്നൽ ഉളിഹിയത, തീർച്ചയായിട്ടും ഉളിഹിയത്ത് എന്ന് പറയുന്നത് ഹിയ തുൻജി സ്വാഹിബഹ, ആരാണോ ഉളിഹിയത്ത് അറുക്കുന്നത് ആ അറുക്കുന്ന ആളുകൾക്ക് മിനശ്ശർരി ദുനിയാ വൽ ആഖിറ, ദുന്യവികമായ ആഖിറത്തിന്റെയും സകലമാന പ്രയാസങ്ങൾക്കും അതൊരു രക്ഷയായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല പിന്നെയും പറയുന്നുണ്ട്, കഫാറത്തുൽ അർബഅത്തി ആലാഫിൻ ഖതിയ, ഒരു വ്യക്തി ഉളിഹിയത്ത് മൃഗം അറുക്കുകയും ആ ഉളിഹിയത്ത് മൃഗത്തിന്റെ രക്തം ഭൂമിയിലേക്ക് വീഴുകയും ചെയ്യുമ്പോൾ അവനിൽ നിന്ന് 4000 പാപങ്ങൾ, ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് വീഴുമ്പോത്തിന് 4000 പാപങ്ങൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടുകയാണ്. അത്രമേൽ പുണ്യമുള്ള കർമ്മമാണ് ഉളിഹിയത്ത് കർമ്മം. ആ ഉളിഹിയത്ത് കർമ്മം ഉദ്ദേശിക്കുന്ന ആളുകൾ, ആരൊക്കെയാണോ അറുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ദുൽഹജ്ജ് 1 മുതൽ അവർ അറുക്കുന്നത് വരെ, ബലികർമ്മം കൊടുക്കുന്നത് വരെ അവരുടെ രോമമോ അവരുടെ ശരീരത്തിൻ്റെ നഖമോ അവരുടെ ശരീരത്തിലുള്ള മറ്റുള്ള രോമങ്ങളോ താടി രോമങ്ങളോ മീശത്തിലോ മറ്റുള്ള രോമങ്ങളോ നീക്കം ചെയ്യാവുന്നതല്ല. അത് പൂർണ്ണമായി ശ്രദ്ധിച്ച് ബലികർമ്മം നടത്തുക.